നമ്മളൊന്ന് വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ സ്മൂത്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തൊലിയൊന്നും ചെത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പിയെല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റുമാണ്. നല്ല മധുരമുള്ള മാങ്ങ വേണം ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ അരിച്ചെടുത്തിട്ട് വരാം. മാങ്ങയുടെ കൂടെ ചിലർക്കെല്ലാം പാൽ ചേർക്കുകയാണെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്, എല്ലാവർക്കും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയല്ല, ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല മധുരമുണ്ട്. എന്നാലും ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ബാക്കി അടിച്ചതിന് ശേഷം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കല്, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാംഗോ വെച്ചിട്ടുള്ള സ്മൂത്തി ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി അവിലും കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അതൊന്ന് ചേർത്ത് കഴിച്ച് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത മാങ്ങയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കണതിനും കുറച്ച് മുന്നേ തേങ്ങാപ്പാൽ റെഡിയാക്കി ഫ്രീസ് ചെയ്താൽ മതി. എന്നിട്ട് അതെടുത്ത് മാങ്ങയിൽ കൂടെ ചേർത്ത് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.